മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 29 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് യോഹന്നാന് ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുക. ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട്. തുടർന്ന് യോഹന്നാൻ പറയാണ്, സ്വർഗത്തിൽ നിന്ന് ആത്മാവ് ഇവന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയ, അതിനാല് ഇവനാണ് ദൈവത്തിന്റെ പുത്രൻ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മള് ലൂക്കാസ് സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഈശോ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഈശോ തന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പരിശുദ്ധ മറിയത്തിൽ പരിശുദ്ധാത്മാവ് ആവസിച്ചപ്പോഴാണ് ഈശോ അവളിൽ രൂപപ്പെടുന്നത്. യോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞ് ശക്തിപ്പെട്ട് വളർന്നു വന്നതിനാല് ഈശോയ്ക്ക് സാക്ഷ്യം കൊടുത്തു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം, കൃപ സ്വീകരിച്ചവരെല്ലാം ആത്മാവിൽ ശക്തി പ്രാപിച്ചവരാണ്, ആത്മാവിൽ നിറഞ്ഞവരാണ്. അവരുടെ പ്രവർത്തനങ്ങളൊന്നും പരാജയപ്പെടുകയില്ല. ഈശോ ചെയ്ത ഏതെങ്കിലും കാര്യം പരാജയപ്പെടുന്നുണ്ടോ? ഇല്ല. ഈശോ ചെയ്തതെല്ലാം വിജയം. ഈശോ എന്തിനീ ലോകത്തിലേക്ക് വന്നോ അത് നിർവഹിക്കുക. അത് നിർവഹിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് അവന് കൊടുക്കുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ ദൗത്യം ആത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ ആ ദൗത്യം പൂർണ്ണതയിൽ അമ്മ നിർവഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന് ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനായിട്ട് വന്നപ്പോ ആത്മാവിൽ ബലപ്പെട്ട് അവൻ വളർന്നു വന്നു. അതുകൊണ്ടാ അവൻ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുക. ചെയ്യുന്നവരൊന്നും പരാജയപ്പെടുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉയർച്ച വേണം, നിന്റെ ജീവിതത്തിൽ നിനക്ക് വളർച്ച വേണം, നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃപയായിട്ട് മാറണം, നിന്റെ കുടുംബത്തിൽ സമാധാനം വേണോ, നിന്റെ പരീക്ഷയിൽ വിജയിക്കണോ, ഇന്റർവ്യൂവിൽ വിജയിക്കണോ, കടബാധ്യതകൾ മാറണോ, നിന്റെ ജീവിതത്തില് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നീ ആത്മാവിൽ ശക്തിപ്പെട്ട് വളർന്നു വരാനായിട്ട് സാധിക്കണം. ആത്മാവിന്റെ അഭിഷേകം നിന്നിൽ എപ്പോഴും നിൽക്കണം. ആത്മാവിന്റെ പ്രവർത്തനം നിന്നിൽ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മള് മാമോദിസ സ്വീകരിച്ചപ്പോൾ, നമ്മൾ സ്ഥൈര്യലേപനം സ്വീകരിച്ചപ്പോൾ, കൂദാശകൾ സ്വീകരിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഈ ലഭിച്ചിരിക്കുന്ന ആത്മാവിന്റെ അഭിഷേകത്തെ വിശുദ്ധിയിലൂടെയും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവസ്തുതികളിലൂടെയും നമ്മളിൽ ചലനാത്മകമാക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. ആത്മാവ് നമ്മളിൽ നിർവീര്യമാകും, പ്രവർത്തനമില്ലാതെ വരും. നമ്മുടെ അധ്വാനങ്ങളിൽ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ ജോലിയിൽ ആത്മാവ് പ്രവർത്തിക്കണം, നമ്മുടെ ബിസിനസ്സിൽ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ ഇന്റർവ്യൂകളിൽ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ പരീക്ഷകളിൽ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ആത്മാവിനെ നമ്മൾ ചലനാത്മകമാക്കണം. അത് പ്രാർത്ഥനയിലൂടെയാണ്. നിരന്തരമായ പ്രാർത്ഥന, വിശുദ്ധിയുടെ ജീവിതം, അതുവഴി പരിശുദ്ധാത്മാവ് നമ്മളിൽ ആത്മാവ് നമ്മളിൽ ചലനാത്മകമായാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയമാണ്. കരങ്ങളെ യാചനയോടെ പിടിച്ച് കർത്താവിന്റെ കരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊടുക്കാം, നമ്മുടെ അധ്വാനങ്ങളെ കൊടുക്കാം, ചെയ്യുന്ന കാര്യങ്ങളെ കൊടുക്കാം. പ്രത്യേകിച്ച് പുതിയൊരാഴ്ചയുടെ ആരംഭത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മളെ തൊഴട്ടെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഈശോയേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക്, ഇവരുടെ ഇല്ലായ്മകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ആത്മാവിന്റെ അഭിഷേകത്താൽ ഇവരെ ജ്വലിപ്പിക്കണമേ. ആത്മാവിന്റെ അഗ്നി ഇവരിൽ കത്തിപ്പടരട്ടെ. ആത്മാവിന്റെ കൃപ ഇവരിൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ദിവ്യകാരുണ്യത്താൽ ഇപ്പോൾ കൽപ്പിക്കുന്നു, ഇവരിൽ, ഇവരുടെ കുടുംബങ്ങളിൽ, ഇവരുടെ അധ്വാന മേഖലകളിൽ, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ, പോകുന്ന വഴികളിൽ പ്രവർത്തിക്കുന്ന സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും
പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും നിർവീര്യമായി തീരട്ടെ. അന്ധകാര ശക്തികൾ ഇപ്പോൾ നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.